ഗുഡ് ഡേ ആൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി, അല്ലെങ്കിൽ എംപിരിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി. ഓക്കെ, നമ്മളിവിടെ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് കൺസിഡർ ചെയ്യുന്നു. എ എന്ന് പറയുന്നത് എന്താണ്, ഒരു സാമ്പിൾ സ്പേസ് ആണ്. അതിൽ നമ്മൾ n പ്രാവശ്യം എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് എഫ് പ്രാവശ്യം നടന്നു. എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് എത്ര പ്രാവശ്യം നടന്നു, എഫ് പ്രാവശ്യം നടന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ബൈ എന്നിനെ പറഞ്ഞ പേരാണ് ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ഇവൻറ്റ്. ഓക്കെ, ഒന്നും കൂടെ, എസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സാമ്പിൾ സ്പേസ് ആണ്. എ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇവൻ്റാണ്. എ എന്ന് പറയുന്നൊരു ഇവൻ്റാണ്. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, n പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ n പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പം എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് എഫ് പ്രാവശ്യം എന്ത് ചെയ്തു, നടന്നു. അങ്ങനെയാണെങ്കിൽ എഫിനെ പറഞ്ഞ പേരാണ് ഫ്രീക്വൻസി ഓഫ് എ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ബൈ എന്നിനെ പറഞ്ഞ പേരാണ് ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ഇവൻറ്റ് എ. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഞാൻ റാൻഡം എക്സ്പെരിമെൻ്റ് ആയിട്ട് എക്സാമ്പിളായിട്ട് എടുക്കുന്നത് എന്താണ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. അതായത് ഒരു 10 പ്രാവശ്യം എന്ത് ചെയ്യുന്നു, കോയിൻ ടോസ് ചെയ്യുന്നു. ഓക്കെ, ഒരു 10 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞ ഇവൻ്റ് എന്ന് പറയുന്നത്, ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം, ഹെഡ് കിട്ടണം. എ എന്ന് പറയുന്നൊരു ഇവൻ്റ് എന്ന് പറയുന്നത് ഹെഡ് കിട്ടണം. ഞാനങ്ങനെ 10 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തപ്പം എനിക്ക് ഒരു 5 പ്രാവശ്യം എന്ത് ചെയ്തു, കോയിൻ എന്ത് ചെയ്തു, ഹെഡ് കിട്ടി. 5 പ്രാവശ്യം എനിക്ക് എന്ത് കിട്ടി, ഹെഡ് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്, 5/10. എഫ് ബൈ എൻ എന്ത് കിട്ടി, 5/10. ഇതാണ് എന്ത്, റിലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറയും. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതായത് ഞാനൊരു 20 പ്രാവശ്യം എന്ത് ചെയ്തു, എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു. ഇനി എന്ത് നോക്കി, എനിക്ക് എത്ര പ്രാവശ്യം ഹെഡ് കിട്ടുന്നു നോക്കി. അതായത് എഫ് എന്ന് പറയുന്നത് ഒരു 7 പ്രാവശ്യം ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ എന്ത് വരും, എഫ് ബൈ എ, ദാറ്റ് ഈസ് 7/20 വരും. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഒരു 100 പ്രാവശ്യം, എന്ന് പറയുന്നത് എന്താണ്, ഒരു 100 പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു. 100 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തു. എഫ് എന്ന് പറയുന്ന ഒരു 50 അല്ലെങ്കിൽ 60 എന്ന് വിചാരിച്ചു, 60. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 60/100 ആണ് എന്ത്, ഫ്രീക്വൻസി റേഷ്യോ. ഓക്കെ, അങ്ങനെ പോയി വീണ്ടും എന്ത് ചെയ്തു, ആ ഒരു 1000 പ്രാവശ്യം എന്ത് ചെയ്തു, കോയിൻ ടോസ് ചെയ്തു. ഓക്കെ, ഒരു 1000 പ്രാവശ്യം എന്ത് ചെയ്തു, കോയിൻ ടോസ് ചെയ്തു. വീണ്ടും എന്ത് ചെയ്തു, എത്രത്തോളം എനിക്ക് ഹെഡ് കിട്ടുന്നു നോക്കി. ഒരു എക്സാമ്പിളായിട്ട് ഒരു 650 പ്രാവശ്യം എന്ത് ചെയ്തു, എനിക്ക് ഹെഡ് കിട്ടിയെന്ന് വിചാരിച്ചു. 650/1000. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിളാണ്. ഫസ്റ്റ് കോയിൻ ടോസ് ചെയ്ത 10 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തപ്പം ഹെഡ് 5/5 കിട്ടി. രണ്ടാമത് 20 പ്രാവശ്യം ചെയ്തപ്പം 7 കിട്ടിയുള്ളൂ. 100 പ്രാവശ്യം ചെയ്തപ്പം 60 കിട്ടിയുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഔട്ട്കം കിട്ടുന്ന റിസൾട്ട് എന്താണ്, ഇറഗുലറായിട്ട് എന്ത് ചെയ്യാണ്, റെഗുലറായിട്ടല്ല വേരി ചെയ്യുന്നത്. ഓക്കെ, ഇറഗുലറായിട്ട് എന്ത് ചെയ്യുകയാണ്, വേരി ചെയ്യുകയാണ്. പക്ഷേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ സെറ്റ് ഓഫ് ഫ്രീക്വൻസി റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതായത് 5/10, 7/20, 60/100, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ n, അതായത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന, അതായത് n, ഓക്കെ, ഇത് n. ഓക്കെ, ഈ n ലാർജ് ആകുമ്പം, ഈ n ഇൻഫിനിറ്റിലോട്ട് പോകുമ്പം ഈ ഒരു ഫ്രീക്വൻസി റേഷ്യോ ഒരു ഫിക്സഡ് നമ്പറിലോട്ട് എന്ത് ചെയ്യും, ടെൻഡ് ചെയ്യും. ഓക്കെ, ആ ഫിക്സഡ് നമ്പറിനെ പറഞ്ഞ പേരാണ് പ്രോബിലിറ്റി ഓഫ് എ. ഓക്കെ, ആ ഫിക്സഡ് നമ്പറിനെ പറഞ്ഞ പേരാണ് പ്രോബിലിറ്റി ഓഫ് എ. അതായത് കിട്ടുന്ന ഔട്ട്കം എന്താണ്, ഇറഗുലറായിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ സെറ്റ് ഓഫ്
ഫ്രീക്വൻസി റേഷ്യോ ആണ് കൺസിഡർ ചെയ്യുന്നത്. n ലാർജ് ആകുമ്പം, n ഇൻഫിനിറ്റിലോട്ടാകുമ്പോൾ ഈ ഫ്രീക്വൻസി റേഷ്യോ ഒരു ഫിക്സഡ് നമ്പറിലോട്ട് എന്ത് ചെയ്യും, ടെൻഡ് ചെയ്യും, ഒരു ഫിക്സഡ് നമ്പറിലോട്ട് ടെൻഡ് ചെയ്യും. ആ ഫിക്സഡ് നമ്പറിനെ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ഓഫ് എയുടെ പ്രോബബിലിറ്റി എന്ന് പറയും. ഇതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, അതായത് ഈവൻ ദോ ദ ഔട്ട്കം വേരി ഇറഗുലർലി വി കൺസിഡർ സീക്വൻസ് ഓഫ് ഫ്രീക്വൻസി റേഷ്യോ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, കൺസിഡർ ചെയ്യത്തുള്ളൂ. ആ കൺസിഡർ ചെയ്യുമ്പം ആ ഫ്രീക്വൻസി റേഷ്യോ എന്ത് ചെയ്യുന്നു, മോർ ആൻഡ് മോർ സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പം n ഇൻക്രീസ് ചെയ്യുമ്പം അതൊരു ഫിക്സഡ് നമ്പറിലോട്ട് എന്ത് ചെയ്യും, അപ്രോച്ച് ചെയ്യും. ആ ഫിക്സഡ് നമ്പർ ആയിരിക്കും, ആ ഫിക്സഡ് നമ്പറിൻ്റെ പറഞ്ഞ പേരാണ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റെഗുലേറ്ററി. പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റെഗുലേറ്ററി എന്നാൽ ഒരു ഔട്ട്കം ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റിന് കിട്ടുന്ന റാൻഡം എക്സ്പെരിമെൻറ്റ് റിസൾട്ട് എന്താണ്, ഇറഗുലറായിട്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഈ സീക്വൻസ് ഓഫ് ഫ്രീക്വൻസി റേഷ്യോ എന്താ, ഒരു മോർ ആൻഡ് മോർ സ്റ്റേബിൾ ആയിരിക്കും. അത് നമ്പർ ഓഫ് റെപ്പറ്റീഷൻ കൂടുമ്പം, അത് n കൂടുമ്പം ഈ ഫ്രീക്വൻസി റേഷ്യോ എന്തായിരിക്കും, സ്റ്റേബിളായിട്ട് വരും. ഒരു ഫിക്സഡ് നമ്പറിലോട്ട് എന്ത് ചെയ്യും, വരും. ഈ ടെൻഡൻസി ടു സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീക്വൻസി റേഷ്യോ എല്ലാ കോമൺ ടു ഓൾ റാൻഡം എക്സ്പെരിമെൻറ്റ്, എല്ലാ റാൻഡം എക്സ്പെരിമെൻറ്റിലും എന്താണ് ഈ ഫ്രീക്വൻസി റേഷ്യോ എന്താണ് ഒരു സ്റ്റേബിളായിട്ട് ടെൻഡ് ചെയ്യും. അത് റാൻഡം എക്സ്പെരിമെൻ്റ് ഒരു ഫീച്ചറാണ്. ഓക്കെ, ദിസ് ടെൻഡൻസി ടു സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീക്വൻസി റേഷ്യോ ഈസ് കോമൺ ടു ഓൾ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഈ ഫിനോമിന പറഞ്ഞ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡെഫിനിഷൻ പറയും, എംപറിക്കൽ ഡെഫിനിഷൻ പറയും. ഓക്കെ, അല്ല ഈ ഒരു ഡെഫിനിഷനെ, ഓക്കെ, ഈ ഡെഫിനിഷനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ എംപറിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡെഫിനിഷനൊക്കെ പറയും. പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി പറയുന്നത് ഇതാണ്. ഓക്കെ, അടുത്ത അഡ്വാൻറ്റേജ് ഓഫ് ഫ്രീക്വൻസി ഡെഫിനിഷൻ. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഇറ്റ് ഇസ് പ്രാക്ടിക്കൽ മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവനിൻ്റെ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണക്കാർക്കായാലും എന്ത് ചെയ്യും, ഈസി ആയിട്ട് അണ്ടർസ്റ്റുഡ് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് ഈവൻ ബൈ എ ലേമൻ. നോൺ എലാബറേറ്റ് കാൽക്കുലേഷൻ ഒന്നും വേണ്ട, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതൊരു കോയിന് 1000 വഴി ടോസ് ചെയ്യുക, അല്ലെങ്കിൽ ടോസ് ചെയ്ത് എത്ര കിട്ടും നമുക്ക് എന്ത് ചെയ്താൽ മതി അത്ര. പിന്നെ ഫ്രീക്വൻസി റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി, അത്ര കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. ലിമിറ്റേഷൻ വന്നിട്ട് only an estimate of probability can be obtained by this method. നമുക്കൊരു എക്സ്റ്റിമേറ്റേ കിട്ടുന്നുള്ളൂ, ഏകദേശം ഇത്ര ആയിരിക്കും എന്ന് ഒരു എക്സ്റ്റിമേറ്റേ കിട്ടുന്നുള്ളൂ. പക്ഷേ എങ്കിലൊരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു നമ്പർ കിട്ടും. ഇവിടെ ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷനിൽ എന്താണ്, ഒരു എക്സ്റ്റിമേറ്റ് വാല്യൂവേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ടു ബി റിപ്പീറ്റഡ് എ വെരി ലാർജ് ഓഫ് ടൈംസ്. ഒത്തിരി പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും, ചില കേസിൽ മോർ എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൊക്കെ ഹൈപ്പോത്തറ്റിക്കലോ ഇമാജിനറി ഒക്കെ ആകുമ്പോൾ ആ കേസിൽ ഫോർ എക്സാമ്പിൾ അതായത് ഒരു വാക്സിൻ എത്ര പേർക്ക് അത് ഉപകാരപ്പെടും എന്നൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ കേസിലൊക്കെ എക്സ്പെരിമെൻ്റൊക്കെ ചില കേസിൽ ഹൈപ്പോത്തറ്റിക്കലോ ഇമാജിനറിയോ ആ കേസിലൊക്കെ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ.